ന്യൂസ് 3-ൽ ഇനി അതിഥി വിശേഷത്തിലേക്ക് പോവുകയാണ്. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് രേണു സുധിയും ഷൺമുഖദാസ് എന്ന ദാസേട്ടൻ കോഴിക്കോടുമാണ്. രണ്ടുപേരും ഇപ്പോൾ വലിയ വൈറലായിരിക്കുകയാണ്. ചാന്തുപൊട്ടിലെ ഒരൊറ്റ റീല് കൊണ്ട് നെഗറ്റീവ് കമന്റ്സ് നിറയുകയാണ്. പക്ഷെ ആ നെഗറ്റീവുകളൊക്കെ പോസിറ്റീവ് ആക്കി മുന്നോട്ട് പോവുകയാണ് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപ് സംസാരിക്കുന്നതിന് മുൻപ് ആ റീലൊന്ന് നമുക്ക് കാണാം. അങ്ങനെ ചാന്തുപൊട്ട് എന്ന സിനിമയിൽ ദിലീപും ഗോപികയും കൂടി തകർത്ത് അഭിനയിച്ച ഈ ഗാനരംഗം രേണുവും നമ്മുടെ ദാസേട്ടനും കൂടി അഭിനയിച്ചപ്പോൾ അത് മലയാളികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കമൻറ്റുകൾ വളരെ മോശമായ കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റീലിൻ്റെ റീച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് രേണു, എന്ത് തോന്നുന്നു? ഈ കമൻറ്റുകളോടുള്ള മറുപടി എങ്ങനെയാണ്? എപ്പോഴും പറയുന്ന പോലെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒന്നും എന്റെ മനസ്സിനെ ബാധിക്കത്തില്ല. കാരണം എന്റെ ഹസ്ബൻഡ് ലോകത്തിൽ നിന്ന് വിട്ട് പിരിഞ്ഞ് അത്രയും വേദന ഇല്ല നെഗറ്റീവ് കമന്റ്സിന് എനിക്ക്. സോ എന്തും നേരിടാൻ തന്നെ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് കമന്റ്സിനോട് പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് വിഷമാവും കേട്ടോ നെഗറ്റീവ് കേൾക്കുന്നു. അവർക്കാണ് വിഷമം. രേണു നിന്നെ പറ്റി ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ കാണുന്നതിന് റിപ്ലൈ ഞാൻ ഈ ഇടയായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അത് വിട്ടു. എനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ വിട്ടു. നാടകത്തിന്റെ തിരക്കാണ്. സോ അതുകൊണ്ട് ഞാനത് വിട്ടു. രേണു, അതാണ് എനിക്ക് രേണുവിനോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രേണു സാധാരണ സോഷ്യൽ മീഡിയകൾ ഉള്ള ആളുകളെ പോലെ അല്ല. അത്തരത്തിൽ എത്ര കമൻറ്റുകളുണ്ടോ രേണു ഓരോ റീല് പോസ്റ്റ് ചെയ്യുമ്പോഴും അതിന് എത്ര കമൻറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ 36 കമൻറ്റ് ഉണ്ടെങ്കിൽ ആ 36 കമൻറ്റിനും രേണു റിപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അത് അവർ ചോദിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രയും മാന്യമായിട്ടൊക്കെ റിപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഈ നെഗറ്റീവ് കമൻസിന് ഒരു കുറവുമില്ലല്ലോ രേണു. അതിപ്പോ ഓരോരുത്തരുടെ വ്യക്തിപരമല്ലേടാ. ഇപ്പം അശ്വതി, ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ മനസ്സിൽ ടൈപ്പ് ചെയ്യുന്ന ഇപ്പൊ ഓരോരുത്തർക്കും പല ചിന്താഗതിക്കാരാണ്. ചിലവരാണെങ്കിൽ കുശുമ്പ് കൊണ്ട് എന്ത് ചെയ്യണോന്നറിയാതെ ഇവളെ എങ്ങനെ, അല്ലാതെ സുധിച്ചാനുള്ള ഇതിനകത്ത് നല്ല കുറച്ച് ആൾക്കാർ പറഞ്ഞല്ലോ, സുധിച്ചാനുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടൊന്നും അല്ല ഇവര് ഈ നെഗറ്റീവ് ഇടുന്നത്. രേണുവിനെ എങ്ങനെങ്കിലും ഇവളെ എങ്ങനെ തകർക്കണം. പക്ഷെ ഞാൻ തകരത്തില്ല. അത് വേറെ കാര്യം. ഇത് ഈ മണ്ടന്മാർക്ക് അറിയത്തില്ലോ, നെഗറ്റീവ് ഇടുന്നവർക്ക് അറിയത്തില്ലോ. ഞാൻ തകരത്തില്ല. കാരണം ഞാൻ ഉറച്ചു തന്നെ പറയുന്നു. ഞാൻ എന്താ പറയാ, എന്റെ ഹൃദയം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് കേൾക്കുന്ന എന്റെ ഹൃദയം കല്ല് തന്നെയാണ്. പക്ഷെ അത് എന്താ പറയാ, അത് വേദനിക്കത്തില്ല, വിഷമിക്കത്തില്ല. ഞാൻ വിഷമിക്കത്തില്ല. കാരണം എന്നെ വന്ന് എന്റെ ദേഹത്തിലേക്ക് അടിച്ചാൽ എനിക്ക് വേദനിക്കും. പക്ഷെ ഈ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വേദനിക്കത്തില്ല. ഇനിയും പറയാണ്, ഇനിയും നിങ്ങൾ നെഗറ്റീവ് അടിച്ചാലും ഞാൻ വേദനിക്കത്തില്ല. കാരണം എന്റെ കൂടെ 10 പേരാണെങ്കിലും നല്ല കുറച്ച് ആൾക്കാര് അത് മതി. എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഫാമിലി ഉണ്ട്, എന്റെ മൂത്ത മകനുണ്ട്, ഇളയ മോൻ 5 വയസ്സേ ഉള്ളൂ. പക്ഷെ അവൻ വരെ എന്നെ സപ്പോർട്ടാണ്. പിന്നെ എന്താ, എന്റെ മൂത്ത മോൻ എന്നെ സപ്പോർട്ടാണ്. പിന്നെ എന്തിനാണ് ഞാൻ ഈ നെഗറ്റീവ് കമന്റ്സിനെ നമ്മള് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്റെ വീട്ടുകാര്, എന്റെ സ്വന്തം ചേച്ചി, എന്റെ രമ്യ ചേച്ചി, എന്റെ ചേട്ടാപ്പി, എന്റെ പപ്പാമ്മ, എല്ലാവരും എന്നെ സപ്പോർട്ടാണ്. അപ്പൊ പിന്നെ ഞാൻ വിഷമിക്കണല്ലേ. എന്റെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, എല്ലാവരും എന്നെ സപ്പോർട്ടാണ്. പിന്നെ എന്തിനാണ് ഈ പേരറിയാൻ പറ്റാത്ത കുറെ ഫേക്കുകളിൽ നിന്നുള്ള കമന്റ്സ് ഒക്കെ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നല്ലടാ. ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ടെൻഷൻ അടിച്ച് സങ്കടപ്പെടാറില്ല. ആദ്യമൊക്കെ വേദന ഉണ്ടായിരുന്നു. ഇതെന്തിനാണ് എന്നെ അറിയാവുന്ന കുറച്ച് പേരുണ്ടല്ലോ, എനിക്ക് അത് മാത്രം. അല്ലാതെ ഈ അറിയാത്തവരുടെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. എന്നെ അത് ബാധിക്കത്തില്ല. അതാണ് ശരി. ഞാൻ ദാസേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ദാസേട്ടനും രേണുവും കൂടി തകർത്ത് അഭിനയിച്ചു അല്ലെ, റീല് ഹിറ്റായി. ഈ നെഗറ്റീവ് കമന്റ്സ് രേണുവിന് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലോ ആ റീല് ചെയ്തത്. പക്ഷെ ദാസേട്ടന് നെഗറ്റീവ് കമന്റ് ഒന്നും ഞാൻ അതിൽ കണ്ടതേ ഇല്ലല്ലോ ദാസേട്ടാ. അല്ല, എനിക്ക് നെഗറ്റീവ് കമന്റിൽ കുറെ ഇതിനു മുമ്പ് വന്ന് പോയി മടുത്തുപോയി ആൾക്കാർക്ക് ഇത് ഇടാൻ വേണ്ടിട്ട്. എനിക്ക് നെഗറ്റീവ് ഇട്ടൊരു കാര്യമില്ല എന്ന് അവർക്കറിയാം. രേണു ഞാൻ നമ്മൾ ഓരോ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, രേണു നെഗറ്റീവ് കമന്റ് മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ നെഗറ്റീവ് കമന്റ് മറുപടി കൊടുക്കാറില്ല. എന്നെ സംബന്ധിച്ച് രേണു പറഞ്ഞ പോലെ, ലാസ്റ്റ് രേണു പറഞ്ഞല്ലോ, കൊടുത്തു മടുത്തു, ഇതൊക്കെ ഫേക്ക് അക്കൗണ്ട് വന്നാന്ന് രേണു പറഞ്ഞല്ലോ. അത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയ ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നെഗറ്റീവിന് മറുപടി കൊടുക്കാറേ ഇല്ല. എന്നെ സംബന്ധിച്ച് നമ്മളെ ജോലി സംബന്ധമായ തിരക്കിനിടയ്ക്ക് നമ്മൾ സന്തോഷം കണ്ടെത്താൻ റീൽസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ റീൽസ് ചെയ്യുന്നു, അത് ഓൺലി ഫോർ എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ. അങ്ങനെ രേണുവിനോട് റീൽസ് ചെയ്തു. രേണു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. രേണു ഒരു ബോൾഡ് ഗേൾ തന്നെയായിരുന്നു അല്ലേ. രേണുവിന്റെ സംസാരം നമ്മൾ ചാനലിൽ കേൾക്കുന്ന അതേ സംസാരം രേണു ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാലും ഭയങ്കര രേണു കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന കാര്യമാണ്. അപ്പം ഞാൻ കുറെ ആൾക്കാരോട് റീൽസ് ചെയ്യാറുണ്ട്. എന്റെ റീൽസ് എടുത്തു നോക്കിയാൽ കാണാം. അങ്ങനെ രേണുവിനോട് റീൽസ് ചെയ്തു. അപ്പം ആ രേണുവിനെ കടന്നാക്രമിക്കാൻ കിട്ടിയ വേദി ആളുകൾ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഒരു റീൽസ് തന്നെ. ഞാൻ പറഞ്ഞ പോലെ റീൽസിൽ അഭിനയം
അഭിനയം തന്നെയാണ്, അതുപോലെ സിനിമയിൽ അഭിനയം തന്നെ. രണ്ടും വ്യത്യസ്തമല്ല. അഭിനയമാണ്. അത് ഏത് മേഖലയാണെങ്കിലും, റീൽസ് ആണെങ്കിലും സിനിമയാണെങ്കിലും എന്താണെങ്കിലും ഞാൻ അങ്ങനെ കാണാറുള്ളൂ. അതുപോലെ തന്നെ രേണു കാണാറ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നെഗറ്റീവ് കമന്റുകൾ വരട്ടെ, വന്നു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും, യാതൊരു സംശയമില്ല. അതെ, അത് അങ്ങനെ തന്നെയാണ്. കാരണം നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ കൂടുന്തോറും ഇതുവരെ ആ റീല് കാണാത്തവർ നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇതുവരെ ആ റീല് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് റീല് കാണാൻ വരുന്നവരും ഉണ്ടല്ലോ. അങ്ങനെയും കയറുന്നുണ്ട് റീച്ച്. അതാണ്. പിന്നെ നമ്മൾ ജയിച്ചില്ലേ സത്യം പറഞ്ഞ. ഇത് ക്യാമറ ഡിബിൻ രമണൻ, പിന്നെ അതുപോലെ നമ്മുടെ കൂടെയുള്ള അവരുടെ കൂടെയുള്ള സുബിൻ, അമൽ, എല്ലാവരുടെയും ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഹാർഡ് വർക്ക്. ദാസേട്ടൻ, അതെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീകുട്ടി, എല്ലാവരും നല്ല രീതിയിൽ കൂടെ കട്ടക്ക് നിന്നുകൊണ്ടാണ് ഇത് അടിപൊളിയായി റീലായത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനോ ദാസേട്ടനോ ഒന്നും ഓർത്തിട്ടേ ഇല്ല ഇത് വൈറലാകുമെന്ന്. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ദാസേട്ടൻ എന്താ പറയാ, നമ്മള് എന്താ പറയാ സംസാരിച്ചു ചെയ്യാം, എനിക്കും താല്പര്യമാണ് റീൽ ചെയ്യാൻ. പിന്നെ ചുമ്മാ ജസ്റ്റ് ഒരു റീലായിട്ട് എടുത്തു, അല്ലാതെ ഇത് വലിയ സംഭവമാക്കിയോ ആകുമെന്നോ ഒന്നും ഞാനും കരുതിയില്ല, ദാസേട്ടനും കരുതിയില്ലെന്നാ തോന്നുന്നത് കേട്ടോ. ആരും കരുതിയില്ല. പക്ഷെ ക്യാമറ വർക്കൊക്കെ പക്കയായിരുന്നു, ഒരു രക്ഷയില്ല. അവരെ എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ. അവരെ 3 പേരെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ അഭിനയിച്ച ദാസേട്ടന് എന്നെ കട്ട സപ്പോർട്ട് ദാസേട്ടനായിരുന്നു കേട്ടോ. ദാസേട്ടനും അതുപോലെ ഇവരെ ഈ ക്യാമറ എല്ലാവരും എന്നെ കട്ട സപ്പോർട്ടായിരുന്നു. ആ കോസ്റ്റ്യൂം ആണെങ്കിലും പറഞ്ഞു തന്നതും ഇവരൊക്കെ തന്നെയാണ്. ഡിബിനൊക്കെയാണ് കോസ്റ്റ്യൂം പറഞ്ഞു തന്നത്, ഇന്ന പോലെ ചെയ്യണം, അത് ചെയ്യണം, അതൊക്കെ അവരാണ് പറഞ്ഞത്. അത് ഭയങ്കര, ഞാൻ ഓർത്തില്ല കേരളത്തിലെ ജനങ്ങൾ ഇത്ര എന്താ പറയാ നെഗറ്റീവ് പറയാനാണെങ്കിലും കണ്ടില്ലേ, ഏറ്റെടുത്തില്ലേ. ഞങ്ങൾക്ക് അത് മതി, ഞങ്ങൾ വിജയിച്ചു, അത്രേ ഉള്ളൂ. ഞങ്ങളെ ടീം വിജയിച്ചു അല്ലേ ദാസേട്ട? അത്രേ ഉള്ളൂ. രേണു പറഞ്ഞെടുത്തത് ഞാൻ തുടങ്ങുകയാണ്. ഇത് ഞാൻ പറഞ്ഞത് നമ്മളെ കേരളത്തിലെ നമ്മളെ വിജയം തന്നെ രേണു, അത് യാതൊരു സംശയമില്ല. എന്ന് വെച്ചാൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ തളർത്തുന്ന ആൾക്കാരുണ്ട്. ഈ 2 ആൾക്കാർ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അല്ലെ. 2 ആൾക്കാർ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അവരെ നമ്മള് റീൽസ് ചെയ്യുന്നു, അത് സിനിമ ചെയ്യുന്ന പോലെ ആൾക്കാർ കരുതിയ സിനിമാറ്റിക് രീതിയിൽ നമ്മൾ എടുത്ത് വ്യത്യാസമുണ്ട്. ശരിച്ചിട്ട് ഹൊറിസോണ്ടലാണ് നമ്മളെ റീൽസ് എടുത്തത്, സിനിമാറ്റിക് സ്റ്റൈലില്. ആ ഡിബിൻ രമണൻ ക്യാമറമാൻ ആ കാര്യത്തിൽ 100% അയാൾ നല്ലൊരു കഴിവാണ് അല്ലെ. എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചു ചോദിച്ചു, ആരാണ് ക്യാമറ എടുത്തത്, ആരാണ് ക്യാമറ, നമ്പർ തരൂ. അപ്പൊ ഡിബിൻ രമണൻ, അവനെ ഇതിലെന്തായാലും നമുക്ക് അടുത്തൊരു ചർച്ചയിൽ വരുന്നുണ്ട്, നമുക്ക് അവനെന്തായാലും പങ്കെടുപ്പിക്കണം. എന്നുവെച്ചാൽ അഭിനയിക്കുന്ന ആൾക്കാരെ കഴിവ് മാത്രമല്ല, അതിന്റെ ബിഹൈൻഡ് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് എഡിറ്റർ ആണെങ്കിലും ക്യാമറമാൻ ആയാലും. അപ്പം നല്ലൊരു ഭാവിയുള്ളൊരു ക്യാമറമാനാണ് ഡിബിൻ രമണൻ. അപ്പം അല്ലെ, താങ്ക്സ് ടു ഡിബിൻ. ഒരിക്കലും അവനെ മറക്കാൻ കഴിയില്ല. വൈപ്പിൻ നമ്മളെ വന്ന സമയത്ത് വൈപ്പിൻ ബീച്ചിൽ എടുക്കുന്ന സമയത്ത് സൺഡേ മോർണിംഗ് ഞങ്ങൾ റീൽസ് എടുത്തത്. ആ സമയത്ത് പല ഷൂട്ടുകൾ അവിടെ നടക്കുകയാണ്. അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുടെ ഷൂട്ട്, കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ ഷൂട്ട്, പ്രഗ്നൻസി ഷൂട്ട്, കുറെ ഷൂട്ടുകൾ നടക്കുന്ന ഏരിയ വൈപ്പിൻ ബീച്ച്. അപ്പൊ ഞങ്ങള് കാറിൽ വന്ന് ഇറങ്ങിയില്ല രേണു, നമ്മൾ അടിപൊളിയായി റീൽസ് എടുത്ത് ഞങ്ങൾ മടങ്ങുന്ന സമയത്ത് ആൾക്കാർ നോക്കാൻ തുടങ്ങി, ഇതെന്താണ് നോക്കുമ്പോ വെള്ളം കംപ്ലീറ്റ് മേളിലായിട്ട് എന്തോ ഒരു അപ്പൊ കാറിൽ ഞങ്ങളെ കേട്ടില്ല ആരും. കാരണം എന്താ, കംപ്ലീറ്റ് പൂഴിയാ ഞങ്ങളെ മേല്. അപ്പൊ ഞങ്ങൾ ഏകദേശം 1/2 കിലോമീറ്റർ നടന്നിട്ട് ഞങ്ങൾ 2 പേരും പോയത്. എന്താ വെച്ചാൽ കാറിൽ കയറി അവരെ കാറ് കംപ്ലീറ്റ് പൂഴിയാവും. അങ്ങനെ ഒരു അല്ലെ, ഒരു അടിപൊളി ഹെലികാം ഷോട്ട് ഉണ്ട്, പക്കയാണ്, ഒന്നും പറയാനില്ല. ആ രേണുവിന് ഭയങ്കര പേടിയാ, തെര അടിക്കുന്ന സമയത്ത് രേണു പറഞ്ഞു, അയ്യോ എന്റെ അപ്പൊ തെര കൊണ്ടുപോകുന്നത്. പോവാണ്, എന്നെ പിടിച്ചോണം, എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ദാസേട്ടനോട് പറഞ്ഞോണ്ട്. നമ്മള് ഈ ഉരുണ്ട് പറഞ്ഞു പോകുന്ന സീനുണ്ട് കടലിലേക്ക്. അത് 2-3 ഉരുണ്ടും കൂടി കൂടുതൽ ഉരുണ്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ കടലിൽ അവിടെ എത്തും. നമ്മള് തെരയെടുത്തുകൊണ്ട്. അപ്പം നല്ല റിസ്കി ചെയ്ത ഒരു ഷൂട്ട് തന്നെയാണ്. ഹെലികാം ഷൂട്ട് നമ്മൾ ഒരിക്കലും മേലോട്ട് നോക്കാൻ പാടില്ല, പരസ്പരം ഞങ്ങൾ നോക്കണം ടോപ്പ് ലെവൽ എടുക്കുന്ന സമയത്ത്. അത് ഒരു റിസ്കി ഷോട്ട് തന്നെയാണ്. അപ്പം നമ്മൾ ഇത്ര റിസ്ക് അഭിനയിച്ചിട്ട് നമ്മൾ പാവം ദിലീപേട്ടനും ഗോപിക്കും ആ സീനിൽ എത്ര റിസ്ക് അനുഭവിച്ചിട്ടുണ്ടല്ലേ. അല്ലേ, ഇങ്ങനെയായിരുന്നു ആ റീല് ചിത്രീകരിച്ചത്. അതും അവർ ഷെയർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതിലൊന്നും മലയാളി കണ്ടത് നിങ്ങളുടെ ക്യാമറാമാൻ എടുത്ത എഫേർട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ അഭിനയമോ ഈ നേരത്തെ പറഞ്ഞ ഹെലികാമിലെടുത്ത റിസ്കോ അതൊന്നും ആയിരുന്നില്ല. മലയാളി കണ്ടതും പറഞ്ഞതും എല്ലാം ഒരേ ഒരു കാര്യമായിരുന്നു അല്ലേ രേണു? വൾഗർ കമൻസ്, നെഗറ്റീവ് കമൻസിന് നമുക്ക് സഹിക്കാം, പക്ഷേ എത്രത്തോളം വൾഗർ ആകാമോ അത്രത്തോളം വൾഗറായിട്ട് കമന്റ് വന്നില്ലേ രേണു? ആണോന്നോ, ഇതുപോലെ വൾഗർ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ വേറെ. അശ്വതി, ഞാൻ ഈ റീൽസ് എടുക്കുന്നതിന് മുമ്പേ എന്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ രേണു സുധീന്റെ കൂടെയാണ് റീൽസ് എടുക്കുന്നത്.
ദിവ്യ അത് ഒക്കെ പറഞ്ഞു അല്ലെ. നമ്മളവിടെ വൈഫിന് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു, ഇന്ന സാധനം എടുക്കാൻ പോകുന്നു. ഞങ്ങളെ രണ്ടുപേരും ഫാമിലി കട്ട സപ്പോർട്ടാ, നല്ല ഹാപ്പിയാ. ഇതൊന്നും ഇല്ലാതെ ഈ ആളുകൾക്ക് എന്താ പറ്റിയത് എനിക്കറിയില്ല അല്ലേ. ഇല്ലേ, വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് ഇന്ന റീൽസ് എടുക്കാനെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ എന്റെ മൂത്ത മകൻ +1 പഠിക്കാം. അവൻ പറയാണ്, അച്ഛ സംഗതി സൂപ്പർ ആയിട്ടുണ്ട്, അച്ഛൻ ധൈര്യത്തിന് മുന്നോട്ട് പോവാ. ചേച്ചിനോട് എന്റെ അന്വേഷണം പറഞ്ഞു, ചേച്ചിനോട്. നമ്മളെല്ലാരും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ തളർന്നിരിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയും. നമ്മൾ മാക്സിമം നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണം അച്ഛാ. നല്ല സപ്പോർട്ട് എന്റെ മൂത്ത മകൻ. അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലി 100% സപ്പോർട്ടാണ്. രേണുവിന്റെ ഫാമിലി 100% സപ്പോർട്ടാണ്. പിന്നെ വേറെ ആൾക്കാർക്ക് എന്തിനാ കുരു പൊട്ടേണ്ട ആവശ്യം? അപ്പൊ ഈ കുരു പൊട്ടുന്നവരൊക്കെ അവിടെ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്നാണ് ദാസേട്ടൻ പറയുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ എന്തായാലും ഗംഭീര ജോഡികളാണെന്നൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനിയും റീലുകൾ പ്രതീക്ഷിക്കാമോ ദാസേട്ടാ? ഞാൻ ഈ നാടകത്തിന്റെ തിരക്കാണ്. എന്തായാലും ദാസേട്ടൻ റീലിന് ഇനിയും വിളിച്ചാൽ ഞാൻ ഓക്കെ ആണ്, ഡബിൾ ഓക്കെ. ഒന്ന് രണ്ട് പ്രൊഡ്യൂസർമാർ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു, രേണുവിനും ദാസേട്ടനും നായകന്മാര് സിനിമ പ്ലാൻ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട്. ബിഗ് സ്ക്രീനിൽ പോണെങ്കിൽ പോവാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. രേണു നോക്കിയാണ്, രേണു പിന്നെന്താ നോക്കാനുള്ളത്? അയ്യോ, വിളിച്ചപ്പോ നമ്മൾ ഏത് സ്ക്രീനിലാണല്ലോ പോകും, കുഴപ്പമൊന്നുമില്ല. രേണു ഒരു ആക്ട്രസ് ആണ്, നാടകത്തിൽ അഭിനയിക്കുന്ന നാടക ആക്ട്രസ് ആണ് രേണു. നമ്മളിതുപോലത്തെ 4-5 സിനിമകൾ അഭിനയിച്ച ആളാണ് ഞാൻ. റീൽസ് സ്ഥിരമായി ചെയ്യുന്ന ആളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു ജാള്യത, അതുപോലെ തന്നെ എങ്ങനെ അഭിനയിക്കുന്ന ഒരു പേടിയ കാര്യങ്ങൾ, ഒരു എന്താ പറയാ, അതൊന്നും എനിക്കില്ല. ആ പക്ക നമ്മൾ റീൽസ് അഭിനയിച്ചാലും അതേ അഭിനയം തന്നെ, സിനിമ അഭിനയിച്ചാലും ഒരേപോലെ തന്നെ, അത് യാതൊരു മാറ്റമില്ല. ദിലീപേട്ടനെ ഞാൻ ഇപ്പൊ തന്നെ അവരുടെ ആ എഫേർട്ട് ഞങ്ങള് ഇത് ചെയ്തപ്പോഴാണ്, ഞങ്ങൾ ചെയ്ത ഒരു ചെറിയ ഇതാണ്, പക്ഷെ അവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ, രണ്ടുപേരെ. പിന്നെ ഒക്കെയാണ് ദിലീപേട്ടൻ എന്താ വെച്ചാൽ ആ സിനിമയിൽ തന്നെ ദിലീപേട്ടന്റെ യഥാർത്ഥ ക്യാരക്ടർ ആ ഒരു സ്ത്രൈണഭാവം അല്ല എന്നുള്ള തെളിയിക്കുന്ന ഒരു പാട്ട് സീനും കൂടിയാണ്. ദിലീപേട്ടന്റെ ആ വന്ന സ്ത്രൈണഭാവം മാറി യഥാർത്ഥത്തിൽ പുള്ളിക്കാരൻ അങ്ങനെ ഒരാളല്ല എന്ന് തെളിയിക്കുന്നത് ഈ പാട്ട് സീനും കൂടിയാണ് ശരിക്കും. ഈ പാട്ട് അതെ അത് തെളിയിക്കുന്ന പാട്ട് സീനും കൂടിയാണ് ഇതിനകത്ത്. രേണു, എനിക്ക് ചോദിക്കാനുള്ള, നമ്മളിപ്പോൾ കൊല്ലം സുധി എന്ന കലാകാരൻ്റെ മരണശേഷം കൊല്ലം സുധിക്ക് ഒരുപാട് പേരിങ്ങനെ ഭയങ്കര കെയറുമായിട്ടൊക്കെ വരുന്നുണ്ട്. കാരണം സുധി ചേട്ടൻ അങ്ങനെ കൊണ്ടു നടന്ന കുട്ടിയാണ്, ഇപ്പോൾ അഭിനയിക്കാൻ പോകേണ്ടി വരുന്നു, ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറേ കെയർ ഏട്ടന്മാരെയും കണ്ടിരുന്നല്ലോ നമ്മുടെ കമൻറ്റുകളിൽ. ഏറായിട്ട് ആങ്ങളമാര്, ഇന്ന് ഞാൻ ചുമ്മാ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഒരു ആങ്ങളായിരുന്നു എന്റെ കുറ്റം പറയുന്നത്. ഇതൊക്കെ ഏത് ആങ്ങളമാര്? ഇവരെ ഒന്നും ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, ഈ ആങ്ങളമാരെ ഒന്നും. ഇവരെന്താ ഇത് ഒരു പ്രൊഫഷണൽ ആയിട്ട് ക്യാമറയും ആൾക്കാരും എല്ലാം ആയിട്ട് ഇതൊരു നടനാണ് ഈ ചേട്ടൻ. അതുപോലെ ഞാനൊരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. ഞങ്ങൾ ചെയ്ത ഒരു സംഭവം, ഒരു റീല്, ഇത് ഇത്ര വലിയ കുറ്റം കൊണ്ടതെന്ന് എനിക്കറിയത്തില്ല. സുധിച്ചേട്ടൻ കയറിയത് തന്നെ. സുധിച്ചേട്ടൻ ഇപ്പൊ ഇല്ലല്ലോ, സുധിച്ചേട്ടൻ പോയില്ലേ. പക്ഷെ സുധിച്ചേട്ടന്റെ സാന്നിധ്യം എനിക്കുണ്ടെന്ന് എനിക്ക് മാത്രം മനസ്സിലാക്കാവുന്ന കാര്യമാണത്. അത് ആ സുധിച്ചേട്ടന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞാനാണ് അറിയുന്നത്. ഈ പറയുന്ന കമന്റ് ഇടുന്നവരൊന്നും സുധിച്ചില്ലല്ലോ. അശ്വതി, എന്റെ കൂടെ രേണു മാത്രമല്ല, കുറെ ആളുകൾ എന്നോട് അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ആളുകളൊന്നും രേണുവിനെ പോലത്തെ ആളുകളൊന്നല്ല. ഭർത്താവും കുട്ടികളുള്ള ആൾക്കാർ എന്നോട് അഭിനയിച്ചിട്ടുണ്ട് അല്ലെ. അവരെ കൂടെ കൂട്ടിന് ഭർത്താവ് വരും, അല്ല അച്ഛൻ വരും, അമ്മ വരും, ധാരാളം ആൾക്കാർ എന്നോട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവരോടൊന്നും കാണിക്കാത്ത കാര്യം രേണുവിനോട് ആൾക്കാർ കൂടുതൽ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതെന്റെ ചോദ്യം. ദാസേട്ടനോട് ഒരുപാട് നടിമാരെ അഭിനയിച്ചു, അവർക്കൊന്നും ഇല്ലാത്ത കുഴപ്പം എന്താണ് ഞാൻ അഭിനയിച്ചപ്പോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല, സുധിച്ചേട്ടനുള്ള സ്നേഹം കൊണ്ടാണ് ഈ കമന്റുകൾ. അയ്യോ, സുധിച്ചേട്ടൻ കൊണ്ട് എന്തോ എന്തൊക്കെയോ വൃത്തികേട്, വയറ് പിടിക്കാതെ എന്തൊക്കെയോ, എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇതൊക്കെ എന്തുവാണെന്ന. അഭിനയം വേറെ, ജീവിതം വേറെ. അഭിനയത്തെ ജീവിതത്തെ കൂടെ ഒരുമിച്ച് കൂട്ടിക്കലക്കുന്ന ഇവരുടെ ഈ മലയാളികൾ, ഈ ചില മലയാളികൾ കേട്ടോ, കുറച്ചു പേര്, ഇവരോട് ഞാൻ എന്ത് പറയാനാണ് ഇത് കൂടുതൽ? അതാണ്. അപ്പോൾ അവരോട് ഇനിയൊന്നും പറയണ്ട, നമ്മളങ്ങ് പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ദാസേട്ടാ, അപ്പോൾ എന്തായാലും പുതിയ റീല് അത് നമ്മൾ സെറ്റാക്കുമല്ലേ? എല്ലാവരും ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങളുടെ പുതിയ റീലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഓടുകയും ചെയ്യും, അതിന് സെറ്റല്ലേ? ജീവിതം നാടകം ഉണ്ടടാ. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അവർക്കൊക്കെ ഒരുപാട് നന്ദി. എനിക്ക് എന്റെ മനസ്സിന്റെ, എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി. കാരണം തീർച്ചയായും പിന്നെ രേണുന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ റീൽസ് ചെയ്യും, അത് എന്റെ കൂടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അഭിനയിക്കും. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അല്ലാതെ അതിന്റെ മുകളിൽ വിമർശനങ്ങൾക്ക് തിരിച്ച് മറുപടി വരാൻ നമുക്ക് അതിന് നേരം ഉണ്ടാവണം. ശരി,
നെഗറ്റീവ് കമന്റ്സുകളെ സ്വാഗതം. അത്രേ ഉള്ളൂ. പൊളിച്ചെടുക്കുക അത്രേ ഉള്ളൂ. പൊളിക്കുക. പൊളിച്ചെടുക്കുക. എന്തായാലും ഏത് രണ്ടുപേർക്കും നന്ദി പറയുകയാണ്. അപ്പൊ ഗംഭീരമായിട്ട് റീലൊക്കെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച് അതിഥിയായി എത്തിയതിന്.